ഓക്കെ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 4 ഓവർ ഹെഡാണ് നമ്മൾ ഇന്നലെ എടുത്തത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ആ കോസ്റ്റ് അല്ലെങ്കിൽ ഓവർ ഹെഡിൻ്റെ അപ്പോർഷൻമെൻറ്റിനെ കുറിച്ചിട്ടായിരുന്നു ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് പല തരത്തിലുള്ള എക്സ്പെൻസുകളിന് പല ബേസിസ് അതിൽ വെച്ചിട്ടാണ് നമ്മളത് അപ്പോർഷൻ ചെയ്യുക. അപ്പോർഷൻ ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ റേഷ്യോയിൽ എന്താണ് ഓരോ ഈ പറഞ്ഞ ചിലവുകളെയും, അതായത് ഓവർ ഹെഡ്, അതായത് നമുക്ക് കൃത്യമായിട്ട് അത് എവിടെയെങ്കിലും എന്താണ് എവിടെയാണത് വന്നത് എന്നത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത ചിലവുകളാണ്. അപ്പോൾ അതിനെന്താണ് വീതിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്ലോർ ഏരിയ, ഡയറക്റ്റ് വേജ്, എംപ്ലോയി. അപ്പോൾ ഇതിനെക്കാട്ടി നല്ലത് നിങ്ങൾ ടെക്സ്റ്റിലുള്ള തന്നെ ഈ ഒരു ഐറ്റംസ് നോക്കുക, അതിനെന്ത് ചെയ്യുക, ഏത് രീതിയിലാണോ അപ്പോർഷൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊരു കണക്ക് നമ്മളിതിൽ നോക്കേണ്ടിയിരുന്നു. റെൻറ്റ്, ഡിപ്രിസിയേഷൻ ഓഫ് ബിൽഡിംഗ്, ഡിപ്രിസിയേഷൻ ഓഫ് അതർ അസറ്റ്, ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ്. അപ്പോൾ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ചിലവുകളൊക്കെ ബിൽഡിങ്ങിൻ്റെ ഫ്ലോർ ഏരിയ എത്ര ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീതിച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നലെ കണ്ടത് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു അല്ലേ. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് എയും ബിയും സിയും. അത് ഇവിടെ തന്നെ പറയുന്നുണ്ട്. അതായത് എത്ര ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് വെച്ചാൽ 5 ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൽ നമ്മുടെ എ, അതേപോലെ ബി, സി, ഇതൊക്കെ എന്താണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഡി ആൻഡ് ഇ എന്താണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സർവീസ് ഒന്നും നോക്കാതെ അപ്പോർഷൻ ചെയ്ത് അവിടെ വെക്കുന്നതാണ് ഈ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ അതിൽ ഓരോന്നും നിങ്ങൾ എന്താണ്, ഇപ്പോൾ റെൻറ്റ്, ഫ്ലോർ ഏരിയ ആണ്, ഡിപ്രിസിയേഷൻ ഓഫ് ബിൽഡിംഗ്, റേറ്റ് ആൻഡ് ടാക്സ്, ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ്, പിന്നെ ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ്, അതേപോലെ ഡിപ്രിസിയേഷൻ ഓഫ് അതർ അസറ്റ്, വാല്യൂ ഓഫ് അസറ്റ് ആണ്, അതായത് അസറ്റ് അതർ ദാൻ ബിൽഡിംഗ് ആണ്, പ്ലാന്റ് ആൻഡ് മെഷീനറിയോ അങ്ങനെ എന്തെങ്കിലും അസറ്റ്. പിന്നെ ലൈറ്റിംഗ് വരുമ്പോൾ ലൈറ്റ് പോയിന്റ് നോക്കിയിട്ടാണ്. പവർ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഹോസ് പവർ ഓഫ് മെഷീൻ നോക്കിയിട്ടാണ്. സ്റ്റോർസ് ഓവർ ഹെഡ് എന്താണ്, വാല്യൂ ഓഫ് മെറ്റീരിയൽ നോക്കിയിട്ടാണ്. സബ്സിഡി ടു ക്യാൻറ്റീൻ, നമ്പർ ഓഫ് എംപ്ലോയീസ് നോക്കിയിട്ടാണ്. അത് നമ്മൾ എന്താണ് എങ്ങനെ റേഷ്യോ പ്രകാരം, അപ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഇതിനെന്താണ് റേഷ്യോ ആക്കി മാറ്റുക. അപ്പോൾ വലിയ സംഖ്യകളൊക്കെ ചെറുതാക്കി മാറ്റേണ്ടി വരും. എന്നിട്ട് എന്താണ് അതിനെ റേഷ്യോ രൂപത്തിലാക്കിയിട്ട് റേഷ്യോ ചെയ്യുക. എന്താണ് അത് ഫ്രാക്ഷൻ വെച്ചിരുന്നാണ് അത് റേഷ്യോ പ്രൊപ്പോർഷനേറ്റ്ലി ഓരോരുത്തർക്കും എന്താണ് വീതിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ എടുക്കേണ്ടത് എന്നുള്ളത്, ഇപ്പോൾ റെൻറ്റ് കാണുന്ന നേരത്തെ അത് ഫ്ലോർ ഏരിയ ആണോ, അല്ലെങ്കിൽ ഹോസ് പവർ ആണോ, വാല്യൂ ഓഫ് മെറ്റീരിയൽ ആണോ, അല്ലെങ്കിൽ വാല്യൂ ഓഫ് എന്താണ് അതർ അസറ്റ് ആണോ, ഇതൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് കുടുങ്ങും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം ഫസ്റ്റ് ഇതാണ്. ഇത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെയാണ് റീ അപ്പോർഷൻമെൻറ്റ്. സോ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞാൽ, ഇൻ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആർ അലോക്കേറ്റഡ് ടു ബോത്ത് production and the service department. Since service department support production but do not produce goods, their overhead must be reassigned to production department based on the benefit received. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഇവിടെ എന്താണ് ഇപ്പോൾ അപ്പോർഷൻ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് ഇത്രയും വന്നിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും വന്നു. അപ്പോൾ ഇത് രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ആണല്ലോ ഇവിടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷനായിട്ട് ബന്ധമില്ല, അത് ഇൻഡയറക്റ്റായിട്ട് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ത് ചെയ്യുക, നമ്മൾ അതിൽ വന്ന ചിലവുകൾ വീണ്ടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റീ അപ്പോർഷൻ ചെയ്യാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യുക. അപ്പോൾ അതിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ബെനിഫിറ്റ് റിസീവ്ഡ്. കോമൺ അപ്പോർഷൻമെൻറ്റ് ബേസ് എന്താണെന്ന് വെച്ചാൽ പവർ കോസ്റ്റ് കിലോ വാട്ട് അവേഴ്സിൽ തന്നെ ചെയ്യുക, മെയിൻ്റനൻസ് കോസ്റ്റ് മെഷീൻ അവേഴ്സിൽ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് വെയ്റ്റ് ഓർ വാല്യൂ ഓഫ് മെറ്റീരിയൽ അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ ആൻഡ് റെൻറ്റ് ഫ്ലോർ ഏരിയ ആണ്. അപ്പോൾ ഇത് തന്നെ ഉണ്ട്. അതായത് കോസ്റ്റ് ഓഫ് ടൈം കീപ്പിംഗ് ആൻഡ് പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ്, എത്ര നമ്പർ ഓഫ് വർക്കേഴ്സ് ഉണ്ട്, അതായത് ടൈം കീപ്പിംഗ് ഉണ്ടാവില്ലേ, അതായത് ഇപ്പോൾ എന്താണ് ഓഫീസ് സ്റ്റാഫ് ഇപ്പോൾ ഒപ്പിടിക്കാനും വരുന്ന നേരത്തും പോകുന്ന നേരത്തും ഒപ്പിടിക്കാനും, പിന്നെ പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് അക്കൗണ്ടന്മാരൊക്കെ ഉദ്ദേശിക്കുന്നത്, സാലറി കൊടുക്കുന്ന നേരത്തൊക്കെ അക്കൗണ്ടന്മാരൊക്കെ സേവനം വേണമല്ലോ. അപ്പോൾ അതിനൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ
എത്ര ലേബേഴ്സ് ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക, നമ്മൾ പിന്നെ ആ കോസ്റ്റും കൂടി എടുത്തിട്ട് എന്ത് ചെയ്യും, ഇവരിലേക്ക് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് തന്നെ അത് എപ്പോഷൻ ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ കോസ്റ്റ് ഓഫ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്, അതും നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ്. പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാൽ HR ഡിപ്പാർട്ട്മെൻ്റ് ആണ്, ഹ്യൂമൻ റിസോഴ്സ്. അതായത് നമ്മൾ ഈ പറഞ്ഞ അതിൽ ഈ ഇത് മാത്രമല്ലല്ലോ, HR-ലാണ് ശരിക്കും സാലറി ഒക്കെ വരിക. പിന്നെ അതിൽ അക്കൗണ്ടിങ്ങിൻ്റെ സേവനങ്ങൾ വേണമല്ലോ, അപ്പോൾ അതാണ് ഈ പേറോളൊക്കെ വരിക. പിന്നെ ടൈം കീപ്പിംഗ് HR അല്ല, അത് ഫ്രണ്ട് സ്റ്റാഫ് ആയിരിക്കും, ഓഫീസ് സ്റ്റാഫ്. ഈ HR ഡിപ്പാർട്ട്മെൻറ്റ് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ അവരെ പിരിച്ചുവിടുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും HR ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ PF-ൻ്റെ കാര്യങ്ങൾ, അതിപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ ചെറിയ രീതിയിൽ ഉള്ള ആനുകൂല്യങ്ങൾ നമ്മുടെ നാട്ടിലും കിട്ടുന്നുണ്ടല്ലോ, ചെറിയ രീതിക്കാണെങ്കിലും. ഇപ്പോൾ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് ഭേദപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാവും. തീരെ ചെറിയ കടകളിലൊക്കെയാണ് അതൊക്കെ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ കമ്പനികളാണെങ്കിൽ ഒക്കെ ഉണ്ടായേ പറ്റുള്ളൂ. പിന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എത്ര ഓർഡർ ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അതിനടിസ്ഥാനത്തിൽ വരും. അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പിന്നെ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ്, വെയർ ഹൗസ് അല്ലെങ്കിൽ നമ്മുടെ ഗോഡൗണ്, അപ്പോൾ അവർ മെറ്റീരിയൽ ആവശ്യപ്പെട്ടതിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ എത്ര മെറ്റീരിയൽ യൂസ് ചെയ്ത്, വാല്യൂ ഓഫ് മെറ്റീരിയൽ യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന അപ്പോർഷൻമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കോസ്റ്റ് ഓഫ് ക്യാൻറ്റീൻ ആൻഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റ് ആണ്, അത് എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കോസ്റ്റ് ഓഫ് ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അത് കോസ്റ്റ് ഓഫ് വെയിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയലാണ്. അപ്പോൾ ദർ ആർ 2 മെത്തേഡ്സ് ഓഫ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസസ്. 2 മെത്തേഡുകളാണുള്ളത്. ദേ ആർ അപ്പോർഷൻമെൻറ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി. അടുത്തതാണ് അപ്പോർഷൻമെൻറ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആസ് വെൽ ആസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുത്തിട്ട് ചെയ്യും, അത് വീണ്ടും ചെയ്യും. മറ്റേതെന്താണ്, ഡയറക്റ്റായിട്ട് ആദ്യം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒന്ന് മടിച്ചു വെക്കുക, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മെത്തേഡ്സ് ഓഫ് റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് ആണ്. അപ്പോൾ അതിലെന്താണ്, ഒന്ന് അപ്പോർഷൻമെൻറ്റ് ഓൺലി ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആണ്, ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ ആണ്, ഇത് ഇൻഡയറക്റ്റ് ആണ്. അപ്പോർഷൻമെൻറ്റ് ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൽ നോൺ റെസിപ്രോക്കൽ ബേസിസിൽ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്, റെസിപ്രോക്കൽ ബേസിസിൽ പല മെത്തേഡുകളുണ്ട്. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ, സൈമൾട്ടേനിയസ് ഇക്വേഷൻ, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ ആദ്യം നോക്കുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോർഷൻമെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി ഡയറക്റ്റ് മെത്തേഡാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ദ ഫോളോയിങ് ഡാറ്റ obtained from the books of Light Engineering Company for half year ending 31st September 2021. Calculate the departmental overhead rates for each of the production department, assuming that overheads are covered as a percentage of direct wages. Percentage of direct wages-ൻ്റെ അടിസ്ഥാനത്തിലാണ് ഓവർഹെഡ് കൊടുക്കുന്നതെന്ന് ആദ്യം ഒന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഡയറക്റ്റ് വേജസ് ഇവിടെ എന്താണ് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ, എംപ്ലോയീസ്, ഇലക്ട്രിസിറ്റി, ഈ വക കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇതൊക്കെയാണ് വന്ന ചിലവുകൾ. ഇപ്പോൾ നേരത്തെ കണക്കിൽ ഈ ചിലവുകൾ കൊടുത്തതിന് ശേഷമാണ് ഈ പറയുന്ന നമ്മൾ പ്രൊപ്പോർഷനേറ്റ് അല്ലെങ്കിൽ റേഷ്യോ കാണേണ്ട ഈ ഇൻഫർമേഷൻ കൊടുത്തത്. അപ്പോൾ ഇത് നമ്മളെ ക്വസ്റ്റ്യനിൽ നിന്നാണ് നമുക്ക് റേഷ്യോന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈ സംഗതികളാണ് നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ടത്. സോ അപ്പോർഷൻ ദ എക്സ്പെൻസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് ഇൻ ദ റേഷ്യോ 4:3:3. അപ്പോൾ എത്ര സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്? അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ വരുന്ന മൊത്തം ചെലവിനെ 4:3:3, അതായത് ഇപ്പോൾ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, അതിൽ ഒരു 10 ആണെങ്കിൽ 4 എക്ക്, 3 ബിക്ക്, 3 സിക്ക് ഉള്ള രീതിയിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് വൈ ഇൻ പ്രൊപ്പോർഷൻ ടു ഡയറക്റ്റ് വേജ്. അപ്പോൾ ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ഡയറക്റ്റ് വേജ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 7:6:5 അടിസ്ഥാനത്തിലാണ് വൈയിൽ വരുന്ന ടോട്ടൽ കോസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം നോക്കുക, ഇവിടെ ഡയറക്റ്റ് അലോക്കേഷൻസ് വരുന്നത് നമ്മുടെ ഈ പറയുന്ന ഡയറക്റ്റ് വേജും ഡയറക്റ്റ് മെറ്റീരിയലും. അപ്പോൾ ഇത് എന്തല്ല, ഈ ഡയറക്റ്റ് വേജും ഡയറക്റ്റ് മെറ്റീരിയലും ഓവർ ഹെഡ് ആണോ അല്ലെങ്കിൽ പ്രൈം കോസ്റ്റ് ആണോ എന്നുള്ളതാണ്.
നമ്മളിതിന് മുൻപ് കണ്ടിട്ടുണ്ട് ഈ ഡയറക്റ്റ് വേജും ഡയറക്റ്റ് മെറ്റീരിയലും എന്തല്ല, ഇത് ഓവർ ഹെഡ് അല്ല, ഓവർ ഹെഡിൻ്റെ ഭാഗമായിട്ട് നോക്കേണ്ട കാര്യങ്ങളല്ല, നമുക്ക് ആ കറക്റ്റായിട്ട് അറിയും. ഇപ്പോൾ ഡയറക്റ്റ് വേജ് ഇത് ഇപ്പോൾ എന്താണ്, എക്ക് എത്രയാണ്, ബിക്ക് എത്രയാണ്, സിക്ക് എത്രയാണെന്നുള്ളത് നമ്മളങ്ങോട്ട് വേറെ അപ്പോഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഡയറക്റ്റ് വേജ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് എക്സ്പെൻസസ് അതൊക്കെ പ്രൈം കോസ്റ്റാണ്. അപ്പോൾ അത് ഓവർ ഹെഡ് അല്ല. അതിനുകൊണ്ട് അത് എന്താണ് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അപ്പോഷൻ ചെയ്ത് കൊടുക്കണ്ട. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്താണ് ഇവിടെ അത് എഴുതുക, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എഴുതുക. കാരണം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന മെറ്റീരിയലും വേജും നമുക്ക് എന്താണ് അത് ഇവർക്ക് കൊടുക്കണം, ഈ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. പക്ഷേ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം എഴുതിയാൽ മതി. ഡയറക്റ്റ് വേജും ഡയറക്റ്റ് മെറ്റീരിയലും ഇതിൽ എഴുതണ്ട, എയിലും ബിയിലും സിയിലും എഴുതണ്ട എന്നുള്ളതാണ്. ആ പറഞ്ഞാൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? കേൾക്കുന്നില്ലേ നിങ്ങൾ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സർ. അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ പറഞ്ഞതിൽ? അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അതെന്താണ്, അത് ഡയറക്റ്റ് അലോക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. കാര്യം എന്താ വെച്ചാൽ അതിന് പ്രൈം കോസ്റ്റ് എന്നാണ് പറയാം. നമ്മൾ ഇതിന് മുൻപ് കണ്ട മെറ്റീരിയൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടായിരുന്നു അല്ല, അതിലാണ് നമ്മൾ ഈ ഡയറക്റ്റ് മെറ്റീരിയലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടത്. ലേബർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് വേജസിനെ കുറിച്ച് കണ്ടത്. അത് കഴിഞ്ഞ് അടുത്ത ചാപ്റ്ററാണ് എന്ത്, ഓവർ ഹെഡ്. അപ്പോൾ ഇത് രണ്ടും ഓവർ ഹെഡ് അല്ല. ഓവർ ഹെഡുകളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ പറയുന്ന മാതിരി അപ്പോഷൻ ചെയ്യേണ്ടത്, വീതിച്ചു കൊടുക്കേണ്ടത്. അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക്. അപ്പോൾ ഇത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ എന്താണ് ഇവിടെ എഴുതുന്നു, ഡയറക്റ്റ് വേജും ഡയറക്റ്റ് അവർക്കുള്ളത് മാത്രം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് മാത്രം എഴുതുന്നു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളത് എഴുതേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഈ പറയുന്ന എന്താണ് ഇതിവിടെ എഴുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സ്റ്റോർസ് ഓവർ ഹെഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് രണ്ടും എന്ത് ചെയ്തുക, ഇത് രണ്ടും താഴത്തേക്കായിട്ട് എഴുതുക. അത് രണ്ടും കോസ്റ്റ് തന്നെയാണ്, പക്ഷെ അത് പ്രൈം കോസ്റ്റാണ്. ഇത് എന്താണ് ഈ രണ്ട് സാധനം എന്താണ്, അത് എന്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ എംപ്ലോയീസിൻ്റെ എണ്ണം എന്താണ്, കോസ്റ്റ് അല്ല, ഇത് രണ്ടും കോസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് പ്രൈം കോസ്റ്റ് ആണ്, ഇത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം എഴുതുക. ഇതൊക്കെ പിന്നെ നമ്മൾ എന്താണ് റേഷ്യോ കാണേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ എന്താണ് അടുത്തൊരു ചിലവായിട്ട് വന്നതാണ് നമ്മുടെ സ്റ്റോർസ് ഓവർ ഹെഡ്. അപ്പോൾ സ്റ്റോർസ് ഓവർ ഹെഡ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അല്ലേ, പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർ ഹെഡ് റേറ്റ്സ് ഇവിടെ അസ്യൂമിങ് ദാറ്റ് ദ ഓവർ ഹെഡ്സ് ആർ കവേർഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഡയറക്റ്റ് വേജസ് ആർ നോട്ട് ഓവർ ഹെഡ്. അപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റോർസിൻ്റെ അപ്പോൾ ഇവിടെ ഈ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഒന്നിനും എന്താണ്, ഇപ്പോൾ സ്റ്റോർസ് ഓവർ ഹെഡ് ഇവിടെ നോക്കുക, നിങ്ങൾ ഇതിലല്ല ഇതിൽ നോക്കുക, കോസ്റ്റ് ഓഫ് സ്റ്റോർസിൽ വരുന്ന ഓവർ ഹെഡുകളാണിത്. കോസ്റ്റ് ഓഫ് സ്റ്റോർ അത് എന്താണ്, ഒന്നുകിൽ മെറ്റീരിയലിൻ്റെ റിക്വസിഷൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വാല്യൂ ഓഫ് മെറ്റീരിയൽ യൂസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലോ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിനെ അപ്പോഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോർസ് ഓവർ ഹെഡ് ഇവിടെ മെറ്റീരിയൽ എന്താണ് അതിൻ്റെ റിക്വസ്റ്റിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല, മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന സ്റ്റോർസ് ഓവർ ഹെഡ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്പോഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഈ ഒരു ഇതിവിടെ എഴുതിയിട്ടില്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ എന്താ പറയുക ഫ്രാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോ ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 7:6:5:1:1. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്റ്റ് മെറ്റീരിയൽ അതല്ലല്ലോ, അത് ഡയറക്റ്റ് വേജ് അല്ലേ. 30:25:20:15:10 ഈ ഒരു ബേസിസിലാണ്. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യേണ്ടി വരും. 55, 75, 25, 100. അപ്പോൾ ഇവിടെ എയിൽ പോകുമ്പോൾ എന്താണ് 30/100 അതാണ് എയിലേക്ക് കൊടുക്കേണ്ടത്. ബിയിലേക്ക് പോകുമ്പം 25/100 മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ 400-നെ
അങ്ങനെയാണ്. അപ്പോൾ 30/100 എന്ന് പറഞ്ഞ നേരത്ത് നമ്മൾ എന്താണ് ഇവിടെ വെട്ടിക്കളഞ്ഞാൽ 4x3 എത്ര വന്ന്? ഇവിടെ 120 വന്ന്. പിന്നെ അടുത്തെന്താണ് 4x25, അത് ഇവിടെ 100 വന്ന്. ഓക്കെ. പിന്നെ സി എന്താണ് ഇവിടെ എത്രയാണ് അതിൻ്റെ? ഇവിടെ ശരിക്കും അതിൻ്റെ ഒരു റേഷ്യോ കൂടി കൊടുത്താൽ എളുപ്പമാണ്. 20/100. അപ്പോൾ എന്താണ് 80 വരും. അങ്ങനെ ഓരോന്നും എന്താണ് ഈ ഒരു റേഷ്യോ അടിസ്ഥാനത്തിൽ, അതായത് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ റേഷ്യോ അടിസ്ഥാനത്തിലാണ് എന്ത് കൊടുക്കേണ്ടത്? സ്റ്റോർസ് ഓവർ ഹെഡ് കൊടുക്കേണ്ടത്. പറഞ്ഞത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. അടുത്തത് മോട്ടീവ് പവർ ആണ് അടുത്തത്. അപ്പോൾ മോട്ടീവ് പവർ ഇവിടെ നോക്കുക. പവറിനെ കുറിച്ചിട്ട് ഇതിൽ കൊടുത്തിട്ടില്ലേ? പവർ കിലോ വാട്ട് അവറിലാണ് പവർ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ മോട്ടീവ് പവർ കിലോ വാട്ട് പവർ എത്ര യൂസ് ചെയ്യുന്നുണ്ട്? ഇവിടെ എന്താ കിലോ വാട്ട് അവർ കൊടുത്തിട്ടുണ്ടല്ലോ പറഞ്ഞ ക്വസ്റ്റ്യനിൽ. ഇലക്ട്രിസിറ്റി ഇതാ അവിടെ ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ സ്റ്റോർ എടുത്തത് എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിൽ. മോട്ടീവ് പവർ യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ കിലോ വാട്ട് ഹവറിൻ്റെ അടിസ്ഥാനത്തിൽ, കിലോ വാട്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റീൻ്റെ അടിസ്ഥാനത്തിൽ. അതൊക്കെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം, നല്ലതാണ്. അത് എന്താണ് അങ്ങനെ മാർക്ക് ചെയ്ത് എഴുതി പഠിച്ചാലേ നമുക്കത് മൈൻഡിലേക്ക് കയറുള്ളൂ. കാര്യം നമ്മൾ എന്താണ് ഇതിലൂടെ കടന്നു പോകണം. കാര്യം ഇതിങ്ങനെ ചെയ്തിട്ടേ, അപ്പോൾ അങ്ങനെ വരുമ്പോഴേ നമുക്ക് എന്താണ് അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അതൊക്കെ എന്താണ് നന്നായിട്ടൊന്ന് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്താണ് ഇവിടെ 8:6, അതായത് ഇങ്ങനെ വരും 8:6:6:2:3 12 20 25. മോട്ടീവ് പവർ പറയുമ്പോൾ മെഷീൻ്റെ മോട്ടീവ് പവർ എന്ന് വെച്ചാൽ മെഷീൻ യൂസ് ചെയ്തതാണ്, അതായത് പവർ യൂസ് ചെയ്തതാണ്. അതായത് ഇപ്പോൾ ചിലപ്പോൾ എന്ത് ഫാക്ടറിയിലുള്ള എന്തെങ്കിലും ഒരു മെഷീനെ അതിൽ വന്ന എന്താണ് പവർ ചാർജ്, അതായത് നമ്മളിപ്പോൾ എന്താ പറയുക ഇലക്ട്രിസിറ്റി ചാർജ് പോലെ തന്നെ. അപ്പോൾ ഓരോരുത്തർ യൂസ് ചെയ്ത ഇലക്ട്രിസിറ്റിൻ്റെ കിലോ വാട്ട് ഇവിടെ ഇവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, അതെടുക്കുക എന്നുള്ളതാണ്. അതിവിടെ ഇതിലില്ല, ഇതിൽ കൊടുത്തിട്ടില്ല, ഇവിടെ ഉണ്ട്. പവർ കോസ്റ്റ് വരിക കിലോ വാട്ട് പെർ ഹവറിലാണ്. അപ്പോൾ അത് നോക്കിയിട്ട് എത്ര കിലോ വാട്ടാണ് ഓരോരുത്തർ യൂസ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് കൊടുക്കുക. പിന്നെ ഇലക്ട്രിക് ലൈറ്റിംഗ് ആണ്, ലൈറ്റ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇലക്ട്രിസിറ്റി ലൈറ്റിംഗ്. ഒരു ഡൗട്ട്, ഇപ്പൊ ഈ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനാണ് സെക്കൻഡ് ഏതാന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവോ? അതിൽ പറയും. കാര്യം എന്താ വെച്ചാൽ ഇവിടെ അല്ല പ്രൈമറി ഡിസ്ട്രിബ്യൂഷനില് സർവീസ് ഡിപ്പാർട്ട്മെന്റിന് ഇത് കൊടുക്കുവോ? അല്ല ഈ സെക്കൻഡറിയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ചെയ്യുന്നത് നമ്മൾ പ്രൈമറിയാ. ഇവിടെ ചെയ്യുന്നത് പ്രൈമറിയാ ചെയ്യുന്നത്. അതിന് വേറെ താഴെയാണ് സെക്കൻഡറി വരുന്നത്. കാര്യം നമ്മൾ അത് ഇത് വീണ്ടും എന്താണ് ഇവർക്ക് കൊടുക്കും. ആർക്ക്? ഈ പറഞ്ഞ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതിന് താഴത്തേക്കാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇതിന് മുകളിലേക്കുള്ള എന്താണ് പ്രൈമറി തന്നെയാണ്. അപ്പോൾ പ്രൈമറി തന്നെയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. പ്രൈമറീൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടിട്ടില്ലെങ്കിലും ഈ പ്രൈമറി ഇവിടെ എന്താണ് ഇതിന് തൊട്ട് മേലെ പ്രൈമറിക്ക് നമ്മളൊരു ബേസുകളില്ലേ, അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ലൈറ്റിങ് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് ആണ്, അങ്ങനെ പലതുണ്ടല്ലോ. പവർ ഹോഴ്സ് പവർ ആണ് അല്ലെങ്കിൽ കിലോ വാട്ടാണ്. ഇത് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ സെക്കൻഡറീൻ്റെ ബേസ് അധികം ക്വസ്റ്റ്യനിൽ തന്നെ പറയും. ഇന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന ബേസിൽ എടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു പ്രൊപ്പോർഷനിൽ എടുക്കുക. ക്വസ്റ്റ്യനിൽ അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെത് 4:3:3 എടുക്കുക, വൈൻ്റെത് ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രിക് ലൈറ്റിംഗ് ഇവിടെ അവർ കൊടുത്തിരിക്കുന്നത് ലൈറ്റ് പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് എന്താണ് ലൈറ്റ് പോയിൻറ്റിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന നേരത്തെ 10:5 ഇതാണ് ലൈറ്റ് പോയിൻറ്റ്. 10:15:15:5 5:5. അപ്പോൾ 30 40 50 അല്ലേ? അപ്പോൾ 10/50 15/50 15/50 5/50. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈറ്റ് പോയിൻ്റ് അല്ലേ, ഇതിപ്പോൾ വരുന്നത് എന്താണ് ലൈറ്റ് പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രിക് ലൈറ്റിങ് വന്നിരിക്കുന്നത്. പിന്നെ ലേബർ വെൽഫെയർ നമുക്ക് അതൊക്കെ അറിയാം. എന്താണ് ഇവിടെ ക്വസ്റ്റ്യനിലൂടെ ലേബർ വെൽഫെയർ എന്തായാലും നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് എന്താ വരിക എംപ്ലോയീസിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ.
പിന്നെ നമ്മുടെ ഡിപ്രിസിയേഷൻ വരിക അസറ്റിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് ബിൽഡിംഗ് അല്ലല്ലോ, ഏരിയ ഓക്യുപ്പൈഡ്. ഡിപ്രിസിയേഷൻ ഓഫ് ബിൽഡിംഗ് ആണത്, അത് വ്യക്തമാക്കിയിട്ടില്ല. അസറ്റ് വാല്യൂ തന്നെയാണ്, ഡിപ്രിസിയേഷൻ ഓഫ് ബിൽഡിംഗ് അല്ല. അപ്പോൾ അത് അസറ്റ് വാല്യൂ ആണ്. അസറ്റ് വാല്യൂ. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് അസറ്റ് വാല്യൂ തന്നെയാണ്. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് അസറ്റ് വാല്യൂ ആണ്. പിന്നെ ജനറൽ ഓവർ ഹെഡ് പറയുന്നുണ്ട്. അത് ഇപ്പോൾ എന്തിലാണ് കൊടുക്കേണ്ടതെന്നല്ല, അത് ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർ ഹെഡ് റേറ്റ് ഫോർ ഈച്ച് പ്രൊഡക്റ്റ് അസ്യൂമിങ് ദാറ്റ് ഓവർ ഹെഡ് ആർ റിക്കവേർഡ് ആസ് പെർ. അതായത് മൊത്തത്തിൽ വരുന്ന ഓവർ ഹെഡ് ഇതാണ് ഇവിടെ പറഞ്ഞത്. അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടില്ല. ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റെന്തെങ്കിലും ഓവർ ഹെഡ് വരികയാണെങ്കിൽ, അപ്പോൾ അത് ആണ് ഇവിടെ കൊടുത്തത്. മറ്റെന്തെങ്കിലും വരികയാണെങ്കിൽ അത് ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് പ്രകാരം എന്താണ്, ഇത് ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം എന്താണ്, ക്വസ്റ്റ്യനിൽ അത് പറഞ്ഞത് റെൻറ്റ് ആൻഡ് ടാക്സ്. റെൻറ്റ് ആൻഡ് ടാക്സ് വരിക എന്താണ്, അത് ഏരിയ ഓഫ് ഓക്യുപ്പൈഡ് ആണ്, എത്ര ഫ്ലോർ ഏരിയ ഓക്യുപ്പൈ ചെയ്തു എന്നുള്ളതാണ്. അത് ഏരിയേൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് കത്തിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് ഏതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് ചോദിക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്നലെ കണ്ട ക്വസ്റ്റ്യനും ഇതിലിപ്പോ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ബിൽഡിംഗ് ആണോ എന്താണെന്ന് ബിൽഡിംഗ് ആണെങ്കിൽ പറയണില്ലല്ലോ. മാത്രം ഫ്ലോർ ഏരിയ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അസറ്റിൻ്റെ വാല്യൂ ആണ്. ബിൽഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ ബ്രാക്കറ്റിലോ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രം ഫ്ലോർ ഏരിയ എടുത്താൽ മതി. ഇനി അസറ്റിൻ്റെ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല, ഒരു ഡിപ്രിസിയേഷനും ഒരു മെയിൻ്റെനൻസും കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തെടുക്കുക, അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഫ്ലോർ ഏരിയ എടുക്കുക. അപ്പോൾ ഒന്നുകിൽ ഫ്ലോർ ഏരിയ അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ ആണ്. സ്വതവേ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ വാല്യൂ ആയിരിക്കും. അസറ്റ് വാല്യൂ, എത്ര അസറ്റ് കയ്യിലുണ്ട് എന്നുള്ളതാണ്, അതെടുത്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ സാധനമാണ് നിങ്ങൾക്ക് വേണ്ടത് ക്വസ്റ്റ്യനിൽ. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന മാതിരി എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും ആൻസർ. അപ്പോൾ രണ്ടും എന്താണ് എസ് എ തന്നെയാണ്. ഇന്നലെ ചോദിച്ച ചോദ്യം ഇന്നിപ്പോൾ ഈ ചോദ്യം എന്താണ്, ഇപ്പോൾ ഇത് കുറച്ചും കൂടി എന്തായി, ക്വസ്റ്റ്യൻ കുറച്ചും കൂടി വലുതായി. അപ്പോൾ ഈ ഒരു അളവിലേ ഉണ്ടാവുള്ളൂ, കുറച്ച് രണ്ടെണ്ണം കുറഞ്ഞാലെങ്കിലേ ഉള്ളൂ. മൊത്തത്തിലേ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ കുറേ വലിയ വലിയ കണക്കുകളാണ്, ചെയ്തു വരുമ്പോൾ ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇതൊക്കെ എന്താണ് എപ്പോഷൻ ചെയ്തുകൂടെ വെച്ചിരിക്കുകയാണ്. കാര്യം എന്താണ്, ഇതാണ് ടോട്ടൽ കോസ്റ്റ് ഓരോന്നിൻ്റെയും. അപ്പോൾ അതെന്താണ് നമ്മളിവിടെ ഈ പറഞ്ഞ മാതിരി അത് ഈ ഓരോ എന്താണ് ഇതാണ് ടോട്ടൽ കോസ്റ്റ് മൊത്തത്തിൽ എപ്പോഷൻ ചെയ്ത് വെച്ച് അങ്ങനെ വെക്കണ നേരത്ത് ഇതുവരെ എന്തായി ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 8340, 6220, 5100, 4100, 3640. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് കൊടുക്കുന്നില്ല. കാര്യം ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന ചിലവുകളും കൂടി നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയിലും ബിയിലും സിയിലൊക്കെ വരുന്ന സാധനങ്ങളിലേക്ക് ആ ചിലവ് ആഡ് ആക്കിയിട്ട് അതിലേക്കൊരു പ്രോഫിറ്റ് ആഡ് ആക്കിയിട്ട് വേണം നമുക്ക് സാധനം വിൽക്കാനായിട്ട്. എന്നാലേ ഈ ചിലവൊക്കെ നമുക്ക് വസൂലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ 4000 രൂപ ഇതിപ്പോൾ ഇവിടെ വന്ന് ഇതിലേക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൈസ അല്ലെങ്കിൽ പ്രൈസ് വെക്കുമ്പോൾ എന്താണ് അത് ഒഴിവായിപ്പോവും. അപ്പോൾ അത് വെറുതെ പാഴ്ചെലവാകും അല്ലേ. അപ്പോൾ എല്ലാം വരണം എന്ത്, ഒരു പെർ യൂണിറ്റിൽ എന്ത് വേണം, ആ ഒരു ബിസിനസ് ഓക്കെ. നിങ്ങൾ കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പോൾ അത് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം എന്താണ് നമ്മളെ ഈ പറഞ്ഞ എക്സിൻ്റെ എന്താണ് പറഞ്ഞത്, 4100 വന്ന മൊത്തം ഓവർ ഹെഡിൻ്റെ ചാർജ്. അപ്പോൾ അതെന്താണ് 4:3:3 അടിസ്ഥാനത്തിൽ ആർക്ക് കൊടുക്കുക, ഈ ഒരു 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും കൊടുക്കുക. അപ്പോൾ അത് 1640, 1230, 1230. അപ്പോൾ അതാണ് അത് അങ്ങോട്ട് കൊടുത്ത്. ഇനി വൈൻ്റെത് വരുമ്പോൾ വൈ 3640 അല്ലേ, വൈ എന്താണ് 3640 അത് എന്താണ്, അത് ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിൽ 7:6:5. അത് ഇതിലേക്ക് എടുക്കേണ്ടതില്ലല്ലോ. ഈ ഒരു ഡയറക്റ്റ് വേജ് അവിടെ അതാ 7:6:5 അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് എന്താണ് വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി, നമുക്കിത് 3 കിട്ടി എന്നുള്ളതാണ്. പിന്നെ ഈ ഡയറക്റ്റ് വേജസ് അത് ഇവിടേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മൊത്തം ഓവർ ഹെഡിനെ
അതിനെ എത്ര പെർസെൻറ്റേജാണ് കണക്കാക്കുന്നത് ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും പറയുന്നുണ്ട്. അത് വലിയ റെലവൻ്റ് ഒന്നുമല്ല. ഇതുവരെ ആകുമ്പോൾ എന്തായി, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ്. ഓക്കെ, പിന്നെ അതിൻ്റെ ശതമാനങ്ങൾ ഇപ്പോൾ ഓരോന്നുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് വേജിൻ്റെ എത്ര ശതമാനമാണ് ഈ ഓവർ ഹെഡ് വന്നത്, ഈ ഡയറക്റ്റ് വേജിൻ്റെ എത്ര ശതമാനമാണ് ഇത് വന്നത്, അതവിടെ എഴുതുന്നത് മാത്രമേ ഉള്ളൂ. പെർസെൻറ്റേജ് ഓഫ് ഓവർ ഹെഡ് ഓൺ ഡയറക്റ്റ് വേജ് അത് അത്ര റെലവൻ്റ് അല്ല. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ഇവിടെ അവസാനിക്കുകയാണ്. കാരണം ഇത് എപ്പോഷൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് സാറേ ഒരു ഡൗട്ട്, ഈ 11,396 എങ്ങനെ സാറേ വരുന്നത്? 11,396 വരുന്നത് ഇപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. മറ്റേ എപ്പോഷൻ ചെയ്തത് ക്ലിയർ അല്ലേ? അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. എപ്പോഷൻ ചെയ്തത് ക്ലിയർ അല്ലേ? അതായത് ഇതെങ്ങനെ ഓരോന്നിനും അതൊന്ന് ക്ലിയർ ആക്കിയ ഒരു ഞാൻ ചോദിക്കുന്നത്, ഇതിന് വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇത് മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ ഇത് ഇങ്ങനെ നമ്പറുകളിവിടെ വന്നതിലെ കാര്യത്തിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? അത് മുതലേ നമ്പർ നോക്കി കഴിഞ്ഞാല് 2000, അതായത് നമ്മൾ ആദ്യം ഉണ്ടല്ലോ, അപ്പോൾ ഈ ചെലവുകളൊക്കെ നമ്മൾ എന്താണ് ഓരോ തരത്തിൽ അപ്പോഷൻ ചെയ്തിട്ട് ഇവരൊക്കെ വന്നല്ലോ. അപ്പോൾ ഇത് രണ്ടും സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അങ്ങനെ ഇവരെ എക്സ് എന്ന് പറഞ്ഞ സർവീസ് ഡിപ്പാർട്ട്മെന്റ് 4200 നമ്മൾ 4:3:3 എന്ന് പറഞ്ഞ റേഷ്യോയിൽ ഇവിടെ കൊടുത്ത്, വൈ എന്ന് പറഞ്ഞതിൻ്റെ അവസാനം വന്നത് നമ്മൾ 7:5 ആ ഒരു റേഷ്യോയിൽ ഇവിടെ കൊടുത്ത്, പിന്നെ ഈ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൊത്തം ചിലവ് നമ്മളത് അവർക്ക് വീതിച്ച് കൊടുത്ത ചിലവുകൾ നോക്കുമ്പോൾ 8,340. അതിൻ്റെ കൂടെ ഈ 4 ഡൗട്ട്, ഇത് 60, 120, 20 അതെത്ര എങ്ങനെയാണ് കിട്ടുന്നതായല്ലോ? 4,200 അല്ലേ? ഈ 60, 120 എങ്ങനെ കിട്ടുന്നത്? എത്ര പെർസെന്റേജ് കണക്ക് കൂട്ടിയിട്ടാണ് കിട്ടുന്നത്? ഈ 120, 100, 80, 60, 40 അല്ല, ഇതല്ലോ ചോദിച്ചത് ആദ്യം. 60, 120, 20, 250, 500, 100, 500, 50 അതെങ്ങനെ കിട്ടുന്നത്? ഇത് താഴത്തേക്കല്ല, സൈഡിലേക്കല്ല വരുന്നത്. സൈഡിലേക്ക് എഴുതിയത് എക്സിന്റെ 4,200 ടോട്ടൽ പറഞ്ഞല്ലോ. 4,200 അതായത് ഇത് 1,640, 1,230 ഇതല്ലേ ചോദിച്ചത് അല്ലേ? ഈ സാധനങ്ങളല്ലേ? അല്ലല്ല, ഇവിടെ എക്സിന്റെ അതിപ്പോ 4,100 അല്ലേ പറഞ്ഞ ടോട്ടല് എക്സിന്റെ. അതെങ്ങനെ ഇത് 60, 120 എങ്ങനെ വരുന്നത്? അതെങ്ങനെ കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത് സാർ. ഈ 120 ഈ ഓരോ മോട്ടീവ് പവർ അത് ഇത് കാണുന്ന ആകെ നമുക്ക് റേറ്റ് കാണിക്കുന്നത് 1,000 ഒരു പറഞ്ഞല്ലോ. മോട്ടീവ് പവർ 1,500 ആണ് ഫസ്റ്റ് ടോട്ടൽ കാണുന്നത്. അപ്പൊ ഈ എക്സിൽ 120 എങ്ങനെ വരുന്നത്? എക്സിൽ 120 അല്ലേ? അതിന്റെ കാൽക്കുലേഷന്റെ പ്രശ്നമാണ് ചോദിക്കുന്നത് അല്ലേ? അതിന്റെ മോട്ടീവ് പവറിൻ്റെത് കിലോ വാട്ട് പെർ അവർ അല്ലേ? കിലോ വാട്ട് എത്രയാണ് വരുന്നത്? കിലോ വാട്ട് നോക്കിക്കഴിഞ്ഞാൽ 8:6:2:3. അപ്പോൾ 1,500 ഇൻറ്റു ഇതിപ്പോൾ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ 12, 20, 25. അപ്പോൾ അത് 8/25. 1,500 ഇൻറ്റു 8/25 എന്തിൽ വരിക? ഈ പറഞ്ഞ എയിൽ വരിക. അപ്പോൾ 1,500നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും നമുക്കത്? 60 അല്ലേ? 60 ഇൻറ്റു 8 എത്രയാ? 480 തന്നെ അല്ലേ? 480. 60 നമുക്ക് കിട്ടിയില്ലേ? അതായത് ഇപ്പോൾ നമ്മൾ 1,500നെ ഇപ്പോൾ എത്രനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്ത്? 1,500നെ നമ്മൾ 25 കൊണ്ട് 60. അല്ല 8 അല്ല, 1,500നെ 25 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്തത്? അപ്പോൾ ഇവിടെ 60 കിട്ടി. അപ്പോൾ 60 അല്ലേ? 60നെ ഇനി 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുന്നത്? 60നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 360. അതേപോലെ 60നെ അടുത്ത 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് നമ്മൾ ഈ കിലോ വാട്ട് പെർ ഹവറിൻ്റെ ഇതിനെന്താണ് നമ്മൾ ഈ പൂജ്യങ്ങളൊക്കെ വെട്ടിയിട്ട് അതിനൊരു ഫ്രാക്ഷൻ ആക്കിയിട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഈ മോട്ടീവ് പവർ. അപ്പോൾ അതിന് ഓരോ അടിസ്ഥാനങ്ങളുണ്ട്. മോട്ടീവ് പവർ കിലോ വാട്ട് പെർ ഹവറിൻ്റെ അടിസ്ഥാനത്തിൽ 25 എങ്ങനെ സാറേ വരുന്നത്? ഫ്രാക്ഷൻ കാണണല്ലോ.
അപ്പോൾ 8 8 ആ 6 എല്ലാം കൂടി 6 2 3 എല്ലാം കൂടി ആഡ് ആ ചെയ്യുമ്പോൾ 25. അപ്പോൾ ഡിനോമിനേറ്ററിൽ 25. അപ്പോൾ എ വരുമ്പോൾ ആ എന്താണ് 8/25, ബി വരുമ്പോൾ 6/25. അപ്പോൾ ആദ്യം 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 6 കൊണ്ട് ആ മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു പ്രാവശ്യം 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് ചെയ്യേണ്ട, പിന്നെ ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് ഇവിടെ എന്ത് കിട്ടുന്നത്, അങ്ങനെ ഓരോന്നും കിട്ടുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഓരോന്നും ആ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ തന്നെ യെസ്. കൊടുത്തിട്ടുണ്ട് എന്താ അതിൻ്റെ ബേസ് എന്നുള്ളത് അല്ലേ, ഈ ഒരു സൊല്യൂഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ബേസ് അതുപോലെ തന്നെ സാർ ഒന്ന് ഈ ഡയറക്റ്റ് എലോക്കേഷൻ ഫസ്റ്റ് ടോട്ടൽ ആണ് 2000 500. 2500 ആ പിന്നെ അതെന്താ 400 ആ അതെങ്ങനെ അല്ല വരുന്നത് ഇത് രണ്ടോ ഡയറക്റ്റ് അലോക്കേഷൻ അല്ല, ഇത് രണ്ടും കാര്യം. അതായത് ആ അത് ഡയറക്റ്റ് എന്തുകൊണ്ടാണ് വഴി ആ വരുന്നത് ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും നമ്മൾ ഇനി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കേണ്ട കാര്യമില്ല. എന്ത് ഡയറക്റ്റ് വേജും ഡയറക്റ്റ് മെറ്റീരിയലും അത് ഓട്ടോമാറ്റിക്കലി എന്താണ് വേജും മെറ്റീരിയലും നമ്മൾ ഓൾറെഡി അവിടെ അതിൽ നമുക്ക് അപ്പോഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ ഈ സാധനം വന്നത് എന്ത് ചെയ്യണം, അത് ഇങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രം എഴുതുന്നത്. സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ വന്ന മാത്രം ഡയറക്റ്റ് വേജും ഡയറക്റ്റ് മെറ്റീരിയലും. ഇനിയിപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിലും എന്താണ് അതും ഇവിടേക്ക് തന്നെ എഴുതുക, ഇവിടെ മാത്രം എഴുതുക. അപ്പൊ അത് ഈ ഇത് 2000 ഇത് രണ്ടും കൂടി എടുത്തത് ആഡ് 2000 ചെയ്തിട്ടാണ് ഇവിടെ 2000 2000 വന്നത്. ഇത് അതായത് ഈ ഏത് എക്സും ഒരു വൈയും കൂടി, എക്സും വയ്യ ഈ എക്സും വൈയും കൂടി ഇത് രണ്ടും ആഡ് ആ ചെയ്തിട്ടാണ് ഇവിടെ ഈ 2500 വന്നത്. ഓ 500 400 400 പിന്നെന്താണ് അത് 400 നമ്മൾ ഇതിൽ അപ്പോഷൻ ചെയ്യേണ്ടത് തന്നെയല്ലേ, അത് അവിടെ ഉണ്ട്. ആ ഇതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ ആ ഉണ്ട് സ്റ്റോർ സ്റ്റോർ ഓവർ ഓവർ ഇട്ടാ ആയിട്ടാണ് ആ ക്വസ്റ്റ്യൻ സ്റ്റോർ അത് ഓവർ വരുന്നുണ്ട്. ഓക്കെ അപ്പോൾ ഉണ്ട് അതാണ് അതിൽ ഓക്കെ സാർ വരുന്നത്. പിന്നെ ഇതിൽ ഇത്രയാണ് ഇതിലിപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനാണ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. ഇത് രണ്ടും എന്താണ് എസ്സേക്ക് വരുന്നതാണ്. പിന്നെ കുറേ തിയറിയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ? വേറെ എന്താണ് ഇതിൽ കാര്യമായിട്ടൊന്നും ഇല്ല, ഇല്ല വേറെ സാർ ഒന്നുമില്ല. അപ്പോൾ നമ്മളെന്താണ് വരാവുന്ന രണ്ടും എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ടേ ചോദിക്കുള്ളൂ. അപ്പോൾ രണ്ടും പഠിച്ചു വെക്കണത് നല്ലതാണ്. ചിലപ്പോൾ ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു 10 മാർക്ക് അവിടെ സെക്യൂർ ചെയ്യാം. അപ്പം എന്താണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം നമ്മളൊന്ന് നോക്കണം, കാര്യം ഓരോന്നിൻ്റെ എന്താണ്. അപ്പോൾ അതിന് നോക്കണമെങ്കിൽ നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ വരും. പിന്നെ നമ്മളൊന്ന് വായിച്ചാൽ മതി. ചെയ്യാതെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വിചാരിച്ച മാതിരി മനസ്സിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം നമുക്കൊരു എല്ലാവർക്കും അല്ല, മെമ്മറി പവർ കൂടുതലുള്ളവർക്ക് കുഴപ്പമില്ല, അല്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ ഇന്ത്യക്ക് പോലത്തെ ആൾക്കാരാണെങ്കിൽ ബുദ്ധിമുട്ടായി പോകും. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് നമുക്കിത് ഈ വിചാരിച്ച പോലെ എന്ത് ചെയ്യാൻ പറ്റൂല, റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റൂല. ഓക്കെ സാർ ഈ 11,396 എങ്ങനെയുണ്ട് സാർ ലാസ്റ്റിന്റെ പയ്യന്റെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ ഓരോന്നിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിങ്ങനെ ഓരോ ചെലവുകളും നമ്മളിങ്ങനെ കൊടുത്ത് അപ്പോൾ എൻ്റെത് മൊത്തം അങ്ങനെ ഈ ഒരു ഇത് കിട്ടി. അങ്ങനെ 8340 ഇവിടെ വന്ന് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എക്സ് ഉണ്ടല്ലോ, എക്സ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. എക്സിന്റെ 4300 ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്. എക്സിന്റെ ഓവർ ഹെഡുകൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം, 4:3:3 എ ബി സിക്ക് 4-3-3ന്റെ അടിസ്ഥാനത്തിൽ എന്താണ് വീതിച്ചു കൊടുക്കുക, ഈ 4100. അങ്ങനെ ഒരു 1640 വന്ന് പിന്നെ വൈൻ്റെത് ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിൽ 7:6:5. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇവിടെ 7000 6000 5000 ഇത് രണ്ടും എടുക്കണ്ടല്ലോ. ഈ വൈൻ്റെതാണ് എക്സിൻ്റെ അപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും പരിഗണിക്കേണ്ട. ഈ ഒരു അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ വൈൻ്റെ ഇതും ഇങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ ഇത് മൂന്നും കൂടി കൂട്ടിയിട്ടാണ് ഇവിടെ കിട്ടുന്നത് 8340 1640 1416 എല്ലാം കൂടി കൂട്ടുമ്പോഴാണ് 11,396 ഇവിടെ വരുന്നത്. ഇത് മൂന്നും കൂടി 6220 1230 1213 എല്ലാം കൂടി കൂട്ടി 8663 5100 1230 1011 എല്ലാം കൂടി കൂട്ടി 7341 ഇവിടെയും വരുന്നത്. ഈ താഴെ ഉള്ളത് നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല, ഇവിടെ കഴിഞ്ഞ് ശരിക്കും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ നമ്മുടെ കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ജസ്റ്റ് തുടങ്ങി വെക്കുക. അതും ഇതേപോലെ അത് പക്ഷേ കുറച്ചും കൂടി ഒരു വലിയ ചാപ്റ്ററാണ്. അപ്പോൾ ചിലപ്പോൾ അത് അടുത്ത ക്ലാസ് അല്ല, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സോട് കൂടി നമുക്കതും കൂടി ഒന്ന്, അപ്പോൾ അതിൻ്റെ ഞാൻ PDF ഒന്ന് എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഷീറ്റ്, അപ്പോൾ ഇതും വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ അതിലാണ് ശരിക്കും നമ്മുടെ കോസ്റ്റ് എങ്ങനെയാണ് ഇപ്പോൾ
നമ്മളിതിന് മുൻപ് കണ്ടതേ ഇപ്പോൾ ആദ്യം മെറ്റീരിയൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതേപോലെ ലേബർ എങ്ങനെയാണ് നമ്മൾ വേജ് എങ്ങനെയാണ് കണക്കാക്കുക അല്ലേ, അതിപ്പോൾ ടൈം റേറ്റ് പീസ് റേറ്റ് ഒക്കെ കണ്ട് മെറ്റീരിയൽ നമ്മളെന്താണ് അതിനിപ്പോൾ ഫിഫോ ലിഫോ മെത്തേഡൊക്കെ പ്രകാരം ഓരോ മെറ്റീരിയൽ എത്ര ചിലവ് വന്നിട്ടുണ്ട്, അതെങ്ങനെയാണ് നമ്മൾ എടുത്തത്, ആ കാര്യങ്ങളൊക്കെ കണ്ട് EOQ കണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവസാനം ഈ കോസ്റ്റിനൊരു ഷീറ്റ് ഉണ്ടാക്കണമല്ലോ. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ വന്ന് അപ്പോൾ കോസ്റ്റ് ഷീറ്റാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അതിനെന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കലാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് നോക്കുക, അതിൻ്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ എന്താണ് 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കോസ്റ്റ് ഷീറ്റ് 3 മാർക്കിന്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് മെത്തേഡിൽ എന്താണ് ടോട്ടൽ കോസ്റ്റും പെർ യൂണിറ്റ് കോസ്റ്റ് വെച്ച് നമ്മൾ 2 തരത്തിൽ കാണിക്കും. ഒരു യൂണിറ്റിന് എത്ര കോസ്റ്റ് വന്ന്, അപ്പോൾ എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് വന്ന്, അപ്പോൾ അത് നോക്കിയിട്ട് എന്താണ് കോസ്റ്റ് ഷീറ്റ് കഴിയുമ്പോൾ എന്തായി നമുക്ക് എന്ത് സെറ്റാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റിന് എത്ര ചിലവ് വന്ന്, ആ ചിലവിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രോഫിറ്റും കൂടി ആഡ് ആക്കിയിട്ടാണ് സാധനങ്ങൾ വിൽക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഇതാണ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, ഈ സാധനത്തിൽ ഈ 3 സംഗതികൾ അതിൻ്റെ പേരാണ് പ്രൈം കോസ്റ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഇത് നമ്മളങ്ങനെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന മെറ്റീരിയലും ലേബറും എക്സ്പെൻസും ഒക്കെ എടുത്തിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് ഇടണം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇട്ടാളണം. കാര്യം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇട്ടാലാണ് സാധനത്തിൻ്റെ വിലയിലേക്ക് അത് ആഡ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി വരുമ്പോൾ അതിൻ്റെ 3നും പേരാണ് പ്രൈം കോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക, പ്രൈം കോസ്റ്റ് മുതൽ പഠിച്ചാൽ മതി. പ്രൈം കോസ്റ്റ് ഡയറക്റ്റ്, അതായത് ഇപ്പോൾ ഡയറക്റ്റ് എന്തൊക്കെയാണുള്ളത്, ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ, പിന്നെ എക്സ്പെൻസ് ആണ്. അതാണ് എന്ത് പ്രൈം കോസ്റ്റ്. അതിൻ്റെ കൂടെ നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യാം. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പേരാണെന്ത്, ഈ പറയുന്ന ഫാക്ടറി കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പ്രൈം കോസ്റ്റും ഫാക്ടറി ഓവർ ഹെഡ് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, ഫാക്ടറി കോസ്റ്റ് വരുന്നത്. ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഓക്കെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റും കൂടി കിട്ടുന്നുള്ളതാണ്, മൊത്തം ചിലവ് നമുക്ക്. അപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് അധികം നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുക, മൊത്തം നമുക്ക് ചിലവ്, അതായത് സാധനം വിൽക്കാൻ വേണ്ടി വരുന്ന ചിലവ്. ഇപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ സെല്ലിംഗ് എക്സ്പെൻസിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചിലവ് അങ്ങോട്ടേക്ക് എടുക്കും, നമ്മളെ പ്രൊഡക്റ്റിലേക്ക് എടുക്കും. അത് കൂട്ടി കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റിനൊരു വില കണ്ടിട്ട് പെർ യൂണിറ്റ് കോസ്റ്റ് കാണും, അതിൻ്റെ കൂടെ ഒരു പ്രോഫിറ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധനം വിൽക്കുക. ഇതാണ് അതിൻ്റെ ഒരു രീതി. ഓക്കെ, അപ്പോൾ ഐറ്റംസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ഷീറ്റൊക്കെ നിങ്ങൾ നോക്കുക. ഈ ലോണ്, ഗുഡ് വില്ല്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. അതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ, അതൊന്നും ഇതിൽ കൂട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ, വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് എന്താണ് പ്രൈം കോസ്റ്റ്. ഫാക്ടറി ഓവർ ഹെഡ് ഇതിൻ്റെ കൂടെ ഇത് കൂട്ടിയിട്ട് പ്രൈം കോസ്റ്റ് കാണുക, എന്നിട്ട് വേണം ഫാക്ടറി ഓവർ ഹെഡ് എന്ത് ചെയ്യാനായിട്ട് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇത് 3ഉം കൂടി എന്താണ്, അത് പ്രൈം കോസ്റ്റ് ആണ്. ഈ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഫാക്ടറി കോസ്റ്റ് ആണ്. ഇനി എന്താണ്, ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കൂട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതിൻ്റെ കൂടെ എന്താണ്, ഈ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് കൂട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. അതായത് പ്രൈം കോസ്റ്റ്, ഫാക്ടറി ഓവർ ഹെഡ്, ഫാക്ടറി കോസ്റ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, പിന്നെന്താണ് അതിൻ്റെ കൂടെ ഓഫീസ് ഓവർ ഹെഡ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഓഫീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്നാണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് നമുക്ക് 2000 യൂണിറ്റ് ആണ്. അപ്പോൾ ഓരോന്നിനും വന്ന പെർ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് എന്താണ് കാണിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ എഴുതുക എന്നുള്ളതാണ് കോസ്റ്റ് ഷീറ്റ്. ഇങ്ങനെയാണ് ഇത്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എന്താണ് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് 3ഉം കൂടി കൂട്ടിയിട്ട് പ്രൈം കോസ്റ്റ് കാണുക. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് കൂട്ടി ഫാക്ടറി കോസ്റ്റ് കാണുക. അതിൻ്റെ കൂടെ ഓഫീസ് ഓവർ ഹെഡ് കൂട്ടി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണുക. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് കൂട്ടി ടോട്ടൽ കോസ്റ്റ്. ഇത്രയും കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എന്താണ് ഇതൊക്കെ ചിലപ്പോൾ ഇത് ഫാക്ടറി ഓവർ ഹെഡ് മാത്രമല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഇത് ഐറ്റംസ് ഇങ്ങനെയൊക്കെയുള്ള ചില ക്വസ്റ്റ്യൻസേ. കാര്യം ഇതിപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ
സ്റ്റോക്കൊക്കെ പലതരത്തിൽ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അത് ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചില പേരുകൾ ചിലപ്പോൾ ഒന്ന് മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വർക്ക് ഓവർ ഹെഡോ അങ്ങനെ വരുമ്പോൾ ഫാക്ടറി ഓവർ ഹെഡായിട്ട് കണക്കാക്കേണ്ടി വരും. പിന്നെ ഓഫീസിന് പകരമായിട്ട് നമ്മളെന്താണ് ഇപ്പം ആ ഓഫീസിന് അങ്ങനെ തന്നെയാണ് വരിക. മാനേജേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് പക്ഷേ ഇങ്ങനെ അധികം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കില്ല. മാനേജർ സാലറി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഓഫീസ് ഓവർ ഹെഡിൻ്റെ ഭാഗമായിട്ടാണ്. ഓഫീസ് സ്റ്റാഫിൻ്റെ സാലറി അതൊക്കെ ഓഫീസ് ഓവർ ഹെഡ് ആണല്ലോ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അഡ്വർടൈസ്മെൻറ്റ് ചാർജസ്, പിന്നെന്താണ് ഡിസ്ട്രിബ്യൂഷൻ വാനിന് വന്ന ചിലവുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചോദിക്കാം. ബേസിക്കായ സാധനം ഇത് തന്നെയാണ്. ചിലപ്പോൾ ഇതേ സാധനം തന്നെ എന്താണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഇങ്ങനെ ചോദിച്ചാൽ 5 മാർക്കിന് ഉള്ള കണ്ടന്റ് ഉണ്ട് ഇത്. കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിതൊക്കെ എഴുതുകയും വേണം. അത് ഒന്നാമത് ഈ ഒരു ഓർഡർ നിങ്ങൾ മനസ്സിലാക്കി എഴുതണം. പിന്നെന്താണ് ഇതൊക്കെ എന്താണ് ഡിവൈഡ് ചെയ്ത് ഇവിടെ സൈറ്റിൽ എഴുതുകയും വേണം. 2000 യൂണിറ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത്, അപ്പോൾ ഒരു അഡീഷനും നടക്കണമല്ലോ ഇടയിൽ കൂടെ, അതും ചെയ്തിട്ട് ചെയ്യണം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 5 മാർക്കിന് ചോദിക്കുക. അതേപോലത്തെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നെ എന്താണ്, അപ്പോൾ അതിന് അറിഞ്ഞിരിക്കണമല്ലോ വിദ്യാർത്ഥികൾ. അത് പ്രൈം കോസ്റ്റിന് എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത്, ഫാക്ടറി കോസ്റ്റ് എന്താണ് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത്, ഓഫീസ് എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്, ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ് വന്നത്, എല്ലാം കൂടി എന്താണ് നമ്മൾ ആഡ് ചെയ്തിട്ട് കാണിക്കണമല്ലോ. പിന്നെ അടുത്തതാണ്, ഇതിലിത് ഡൗട്ട് ഉണ്ടോ പറഞ്ഞല്ലേ? ഈ പറഞ്ഞതില്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇല്ല അപ്പോൾ സർ. ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് വളരെ സിമ്പിളാണ്. 3 ഡയറക്റ്റ് എക്സ്പെൻസസ് അല്ലെങ്കിൽ എക്സ്പെൻസ് അല്ല, ഡയറക്റ്റ് എന്താണ് കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് പ്രൈം കോസ്റ്റ് കിട്ടുക. പിന്നെ വരുന്ന അടുത്ത പോയ സാധനം ഫാക്ടറിയാണ്. അടുത്തത് എന്താണ് സെല്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ്. അടുത്തത് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷനാണ്. ഫാക്ടറി വരുമ്പോൾ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് എന്നും പറയുന്നത്. ഓഫീസ് ഓവർ ഹെഡ് കൂടി ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോഴാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് വരുന്നത്. പിന്നെ ചിലപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് ചെയ്യേണ്ടി വരുന്നതാണ്. വെൻ എ കോസ്റ്റ് ഷീറ്റ് ഇൻക്ലൂഡ് ഡീറ്റെയിൽസ് സച്ച് ആസ് സെയിൽസ്, പ്രോഫിറ്റ് ആൻഡ് സ്റ്റോക്ക്. അപ്പോൾ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ്, പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസ്, സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുമ്പോൾ അത് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുക. അപ്പോൾ അതിന് ഈ ചിലപ്പോൾ അങ്ങനെ റോ മെറ്റീരിയലിൻ്റെ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് കൊടുക്കും. അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, അതെത്ര പർച്ചേസ് ചെയ്ത്, ക്യാരേജ് ഇൻവേർഡ് കൊടുക്കും, ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുക്കും. അപ്പോൾ ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പർച്ചേസ് ആഡ് ചെയ്യുക, മറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ക്യാരേജ് ഇൻവേർഡ് പോലെ, എന്നിട്ട് എന്ത് ലെസ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്ത് കഴിഞ്ഞാലാണ് അങ്ങനെ നമ്മൾ ആ ഡയറക്റ്റ് മെറ്റീരിയൽ, അതായത് ഈ ഒരു സാധനം ഇവിടെ ഇങ്ങനെ കണ്ടെത്തുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിവിടെ ഡയറക്റ്റായിട്ട് എഴുതിയ പോലെ അല്ല, ഇതെന്താണ് അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും അതിൽ വന്ന ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് ഈ പർച്ചേസും ക്യാരേജൊക്കെ. ഇപ്പോൾ ലോസ് ഓഫ് മെറ്റീരിയൽ എന്നാണ്. നോർമൽ ലോസ് ആണെങ്കിൽ ഇഗ്നോർ ചെയ്യുക, എബ്നോർമൽ ലോസ് ആണെങ്കിൽ മെറ്റീരിയലിൻ്റെ പർച്ചേസ് ചെയ്തതെന്ന് കുറയ്ക്കുക, എബ്നോർമൽ ലോസ് ആണെങ്കിൽ കുറയ്ക്കുക. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. അത് ഈസ് ഡിഡക്റ്റഡ് ഫ്രം സെയിൽസ് ടു അറൈവ് നെറ്റ് സെയിൽസ്, സെയിൽസിൽ നിന്ന് കുറയ്ക്കുന്നതാണത്. പിന്നെ അതേപോലെ സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്സും സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും. വർക്ക് ഇൻ പ്രോഗ്രസ് അതിന് ഓപ്പണിംഗ് ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ വാല്യൂ പറയുക ചെയ്യുക. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും കേസ് പറയുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുക, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഷീറ്റ് ഇങ്ങനെ മാറും. ഇപ്പോൾ റോ മെറ്റീരിയലിന് ഇങ്ങനെ വരും, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് എക്സ്പെൻസ്. പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് വരിക നമ്മുടെ ഫാക്ടറി ഓവർ ഹെഡിൻ്റെ ഭാഗമായിട്ടാണ്. ഫിനിഷ്ഡ് ഗുഡ്സ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് ശേഷം വരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. പിന്നെ സെയിൽസ് പ്രോഫിറ്റ് എത്രയാണ്, മൊത്തം സെയിൽസ് എത്ര വന്നു എന്നുള്ളതാണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ, ക്ലോസിംഗ് സ്റ്റോക്ക് റോ മെറ്റീരിയലിൻ്റെ ആണ്. വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് ആണ്, ക്ലോസിംഗ് ആണ്. ഡയറക്റ്റ് വേജ് പ്രൈം കോസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇൻഡയറക്റ്റ് വേജ് കൊടുത്തിട്ടുണ്ട്, അത് ഓഫീസ് എക്സ്പെൻസിലേക്കൊക്കെ ആഡ് ചെയ്യേണ്ടതാണ്. സെയിൽസ് ലാസ്റ്റിലേക്ക് കൊടുക്കേണ്ടതാണ്. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, അത് എന്തിലേക്ക് പോകേണ്ടതാണ്, അത് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. ഫാക്ടറി റെൻറ്റ് ഫാക്ടറി കോസ്റ്റ് ആണ്.
ഡിപ്രിസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഫാക്ടറി ഓവർ ഹെഡിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പർച്ചേസിൻ്റെ എക്സ്പെൻസസ് വരുന്നുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണത്. കാരേജ് ഔട്ട്വേർഡ് സെയിൽസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അഡ്വർടൈസിങ്, ഓഫീസ് റെൻ്റ് ആൻഡ് ടാക്സ്, ട്രാവലേഴ്സ് കമ്മീഷൻ, പിന്നെ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമ്മൾ ആദ്യം തന്നെ എഴുതുന്ന നേരത്ത് ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇവിടെ തൊട്ട് മുമ്പത്തെ കണക്കിൽ നമ്മുടെ ഈ ഒരു കണക്കിൽ എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് കോസ്റ്റ് ഒരേ ഷീറ്റ് സാധനം തന്നെയാണ്. മറ്റേതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന വ്യക്തികൾ അതിൽ വന്ന എല്ലാ ഡീറ്റെയിൽസും കൂടി പർച്ചേസ് എക്സ്പെൻസ് ഇവ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടും, പിന്നെ എന്താണ് ഫാക്ടറിയിൽ വന്ന ചിലവുകളെ കുടിച്ചിട്ടും, പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ എന്താണ് കുറച്ച് ഡീറ്റെയിൽസ്, അതിന് വന്ന ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും. കാര്യം ക്ലോസിംഗ് സ്റ്റോക്ക് ഇതിന്ന് ലെസ് ചെയ്യണമല്ലോ, കാര്യം അത് അടുത്ത കൊല്ലം വിൽക്കാനുള്ള സാധനമാണല്ലോ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതിലേക്ക് ആഡ് ചെയ്യും വേണം, അത് വിൽക്കേണ്ട സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരേ സാധനം തന്നെയാണ്, കോസ്റ്റ് ഷീറ്റ് തന്നെയാണ് വരുന്നത്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന മാനുഫാക്ചേഴ്സ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്ന കോസ്റ്റ് ഷീറ്റ് തന്നെയാണ്. അതിൻ്റെ പേര് കോസ്റ്റ് ഷീറ്റ് തന്നെയാണ്. കാര്യം കുറച്ച് ഡീറ്റെയിൽഡ് ആയിരിക്കും, എസ് എ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ അതിൽ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലാണ് എഴുതുക. കാര്യം നമുക്കിവിടെ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജസും മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി എഴുതിയാൽ തന്നെ നമ്മളെ പ്രൈം കോസ്റ്റ് കിട്ടും. ഡയറക്റ്റ് വേജ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നെ 52,500 കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയലിൽ നിന്നാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ലാതെ ഈ എക്സ്പെൻസ് ഓൺ പർച്ചേസിന് വന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടല്ലോ, അതും ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിലേക്ക് കൂട്ടേണ്ടതാണ്. അപ്പോൾ അത് നമ്മളെ കാരേജ് ഇൻവേർഡ് പോലത്തെ, കാരേജ് ഇൻവേർഡ് എന്നൊരു പേര് കേൾക്കും, അത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. കാരേജ് ഇൻവേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യണ നേരത്ത് നമ്മൾ അതെന്താണ് അതിനിപ്പോൾ കടത്ത് കൊടുക്കുന്ന എന്താണ് പറയുക, അതിനെ കടത്തുകൂലി കൊടുക്കുന്നതാണ്. അപ്പോൾ എക്സ്പെൻസസ് റിലേറ്റഡ് ടു പർച്ചേസ് ഷുഡ് ബി ആഡഡ് വിത്ത് പർച്ചേസ് എന്നുള്ളതാണ്. നമ്മൾ പണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ പഠിച്ച സാധനമാണല്ലോ, നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ കണ്ടിട്ടില്ലേ? എനിത്തിങ് റിലേറ്റഡ് വിത്ത് പർച്ചേസ് ഈസ് എ ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും അധികം ഫ്രൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാരേജ് ഇൻവേർഡോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കാര്യം അതൊന്നും നമ്മൾ ഡിഗ്രി തലത്തിൽ ഡിഗ്രി യൂണിവേഴ്സിറ്റി ഇതിലുണ്ടാവില്ല, ടെക്സ്റ്റ് ബുക്കിൽ പറയില്ല. കാര്യം നമ്മൾ +1 ബേസ് ആണുള്ളത്. അതായത് എക്സ്പെൻസസ് റിലേറ്റഡ് ടു പർച്ചേസ് എന്ത് ചെയ്യണം, പർച്ചേസിലേക്ക് ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എക്സ്പെൻസസ് ഓൺ പർച്ചേസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ റോ മെറ്റീരിയലിൽ സ്റ്റോക്ക് ചെയ്തുക, ആഡ് പർച്ചേസ് ആൻഡ് എക്സ്പെൻസ് ഓൺ പർച്ചേസ്, രണ്ടും കൂടി ആഡ് ചെയ്യുക. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ച് കഴിഞ്ഞാൽ ആണ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടുക. ഇതെന്താണ്, ഇത് ഡയറക്റ്റ് മെറ്റീരിയലാണ്. ഡയറക്റ്റ് വേജും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി, നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടി. ഇനി ഫാക്ടറി ഓവർ ഹെഡാണ്. ഫാക്ടറി ഓവർ ഹെഡിലാണ് ഇൻഡയറക്റ്റ് വേജ് വരും കേട്ടോ. ഫാക്ടറി ഓവർ ഹെഡുകളല്ലേ, അതിൽ ഇൻഡയറക്റ്റ് വേജ് വരും, ഫാക്ടറി റെൻറ്റ് പവർ വരും, ഡിപ്രിസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി വരും. അത് കൂടാതെ എന്താണ്, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് കൂട്ടുക, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. ഇതൊക്കെ എന്താണ്, ഓവർ ഹെഡുകളാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് വർക്ക് കോസ്റ്റ്, നിങ്ങൾ നേരത്തെ ഫാക്ടറി കോസ്റ്റ് എന്നാണ് കണ്ടത്, ഇതിന് വർക്ക് കോസ്റ്റ് എന്ന് പറയേ, ഞാൻ നേരത്തെ പറയേണ്ടിയിരുന്നത്. അതിലേക്ക് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡാണ്, അതിൽ ഓഫീസ് റെൻറ്റും ടാക്സും, അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കിട്ടി. അത് കഴിയുമ്പോൾ പിന്നെ ബാക്കി എല്ലാ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അപ്പോൾ കാരേജ് ഔട്ട്വേർഡ് എന്ന് വെച്ചാൽ നമ്മൾ വിൽക്കണ നേരത്ത് കൊടുക്കുന്ന കടത്തുകൂലിയാണ്, സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് എന്താണ്, സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. ട്രാവലേഴ്സ് വേജ് ആൻഡ് കമ്മീഷനും സെല്ലിംഗ് എക്സ്പെൻസ് ആണ്, അതും അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം എഴുതി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇത് ഇത്ര ടോട്ടൽ കിട്ടി, ഇതിൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ്, കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. അപ്പോൾ ഇവിടെ ഇല്ലാത്തൊരു സാധനം പ്രോഫിറ്റാണ്. അപ്പോൾ അത് നമുക്ക് അറിയണം, അതിനാണ് ഇവിടെ സെയിൽസ് കൊടുത്തത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രിപ്പയർ എ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഗിവിങ് മാക്സിമം പോസിബിൾ ബ്രേക്കപ്പ് ഓഫ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. സെയിൽസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, അത് ഏറ്റവും ലാസ്റ്റിലേക്ക് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെയിൽസ് ഇവിടെ എഴുതി കഴിഞ്ഞാൽ സെയിൽസിൽ നിന്ന് ഇത് കുറച്ചാൽ എന്ത് കിട്ടി, നമുക്ക് പ്രോഫിറ്റ് കിട്ടി എന്നുള്ളതാണ്.
ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ക്രാപ്പ് ആണ്, അത് അടുത്ത ക്വസ്റ്റ്യനിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തിൽ വരുന്നത്, നമ്മുടെ ഈ ഒരു എന്താണിത്, നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പറഞ്ഞതിൽ? സർ ഈ 44 എങ്ങനെ വരുന്നത്? 44 പ്രോഫിറ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെ വരുന്നത്? നോക്കിക്കഴിഞ്ഞാലേ, ക്വസ്റ്റ്യനിൽ ഒരു സെയിൽസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മൾ മൊത്തം കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടിയല്ലോ, അതായത് ഇപ്പോൾ മൊത്തം നമുക്ക് വന്ന ടോട്ടൽ കോസ്റ്റ് അല്ലേ, കോസ്റ്റ് ഓഫ് സെയിൽസ് എല്ലാം കൂടി കൂട്ടി നമുക്ക് 1,55,750 കിട്ടും. അപ്പോൾ ഈ 2 ലക്ഷത്തിന് അത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 44,250 കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെത്തഡോളജി നമ്മൾ പഠിച്ചു വെക്കണേ. ഈ ഒരു മെത്തഡോളജി നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, കണക്ക് ചെയ്തിട്ട് തന്നെ പഠിക്കണം. നമ്മൾ കേട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു തരുന്ന നേരത്ത് അപ്പോൾ നമുക്കാണെങ്കിൽ പോലും ഇപ്പോൾ പഠിപ്പിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും ഒരു എക്സാമിന് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ നിങ്ങളെപ്പോലെ BBA-ക്കോ BCom-നോ എഴുതുകയാണെങ്കിൽ മറന്നു പോകുന്നുള്ള കാര്യം ഷുവറാണ്. നമ്മളിപ്പോൾ അറിഞ്ഞു വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. എന്താണ്, നമ്മളിപ്പോൾ പല ടോപ്പിക്കുകളും പറയാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എക്സാമിന് നമ്മൾ എഫക്റ്റീവ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വർക്ക് ചെയ്താലേ നിങ്ങൾക്ക് എഫക്റ്റീവ് ആകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളത് ജസ്റ്റ് എന്താണ് എന്താ സംഗതി എന്ന് അറിയുന്നത് കൊണ്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാ സാധനം ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ എന്താണ് ഇത് പ്രൈം കോസ്റ്റ് നമ്മളിപ്പോൾ ഇത് ചിലപ്പോൾ നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലേക്ക് എത്തുമ്പോൾ ഇത് ഓരോന്നും ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒരു പെട്ടെന്നൊരു എന്താണ് ഇത് എന്താണ് ഒരു മെമ്മറി ലോസ് വരുന്ന ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുപ്പിച്ചായിട്ട് നമ്മൾ എന്താണ് അത് ഒന്ന് വർക്ക് ചെയ്തിട്ട് നോട്ടിൽ എഴുതി തന്നെ പഠിക്കാം. ഓക്കെ, പറഞ്ഞത് ക്ലിയർ അല്ലേ? വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വേറെ ആർക്കെങ്കിലും? ഓക്കെ സർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് പരമാവധി നാളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റന്നാൾ കൊണ്ടോ തീർക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചെറിയ ചാപ്റ്റേഴ്സൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും എന്താണ് ഈ വീക്കൊക്കെ തീരുമ്പോഴേക്ക് തന്നെ കോസ്റ്റിങ്ങും തീരും. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാലേ ഏകദേശം സെറ്റാക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമുക്ക് വേണമെങ്കിൽ ലൈവൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ക്യൂട്ടിക്കൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.